ശബരിമല സന്നിധാനത്തിലെ ദ്വാരപാലക പാളികളിൽ വിവാദമായിരിക്കെ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ കൊടിമരത്തിന്റെ സ്വർണ്ണപ്പുറകളും സ്വർണം പൂശാൻ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുകയാണ്. ദ്വാരപാലക പാളികളിൽ സ്വർണം പൂശിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സഹോദര സ്ഥാപനമായ മത്ര ഗോൾഡിനെയാണ് ദേവസ്വം ബോർഡ് സമീപിച്ചിരിക്കുന്നത്. എന്നാൽ ഭക്തരിൽ ഒരു വിഭാഗത്തിൽ നിന്ന് ഉയർന്ന എതിർപ്പിനെ തുടർന്ന് പദ്ധതി നടപ്പായില്ല. ഈ വർഷം 8-ാം തീയതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവിലാണ് ദുരൂഹമായ നീക്കങ്ങൾ എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളും അല്ലെങ്കിൽ തീരുമാനങ്ങളും എത്തിയിട്ടുള്ളത്. അതായത് ക്ഷേത്രത്തിലെ കൊടിമരത്തിൻ്റെ സ്വർണ്ണപ്പറകളിൽ നിലവിലുള്ള സ്വർണം നീക്കിയ ശേഷം പുതിയ സ്വർണം പൂശുക എന്നുള്ളതായിരുന്നു ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. നിലവിലുള്ള സ്വർണം വേർതിരിച്ച് എടുക്കുന്നതിനോടൊപ്പം തന്നെ ഭക്തജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന സ്വർണം കൂടി ഇതിലേക്ക് ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നു ഉത്തരവിൽ പറയുന്നത്. ശബരിമലയുടെ ഇപ്പോഴത്തെ പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പറകൾ ഇടിമിന്നലേറ്റത് തന്നെ ദേവപക്ഷത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ പുനർനിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വിധിയുടെ ലംഘനമാണ് ഇത് കേരളം വിട്ട് പുറത്തു കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയിരിക്കുന്നത്. അതിനായിട്ട് ഒരു പ്രത്യേക കമ്പനിയുടെ പ്രതിനിധികൾ ക്ഷേത്ര സ്റ്റോർ റൂമിൽ വന്ന് പരിശോധിക്കാനുള്ള അനുമതിയും ദേവസ്വം ബോർഡ് കൊടുത്തു. ദേവസ്വത്തിൻ്റെ തിരുവാഭരണം കമ്മീഷണർ നേരിട്ടെത്തിയാണ് ആ 21/6 ആ ഉത്തരവ് നടപ്പാക്കിയത്. വെച്ച് കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് ഉത്തരവ് ഇറക്കിയിട്ടില്ല, ഹൈക്കോടതി ഉത്തരവ് ഇറക്കിയിട്ടില്ല. ദേവസ്വം മാനുവൽ പ്രകാരം മറ്റൊരു വ്യക്തിയെ സ്ട്രോങ് റൂമിൽ കയറാൻ നിയമമില്ല. ഇപ്പോൾ ഈ വിവാദത്തിലായ കമ്പനി, അതായത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസുമായി ഈ സ്ഥാപനത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ മദ്രാസിലും അവർക്ക് ബാംഗ്ലൂരിലും സ്ഥാപനങ്ങളുണ്ട്. രണ്ടും ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളാണെന്നാണ് എൻ്റെ അറിവ്. അവരുടെ സൈറ്റിലുള്ള വീഡിയോയും അത് തന്നെ തെളിയിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ നീക്കം എങ്ങനെയാണ് തടസ്സപ്പെട്ടത്? കേരള മുഖ്യമന്ത്രിക്ക് ഭക്തജനങ്ങൾ നൽകിയ മാസ് പെറ്റീഷനും അത് കോടതിയിൽ പോകുമെന്നുള്ളത് ദേവസ്വത്തിലെ തിരുവല്ലയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് അവരതിനെല്ലാം എതിരായിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുത്തതുകൊണ്ടാണ് ഇതിവിടെ തടസ്സപ്പെട്ട് കിടക്കുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ സ്വർണ്ണപ്പറകളിലെ സ്വർണം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ തിരുവാഭരണ രജിസ്റ്റർ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ആ രജിസ്റ്റർ നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് ഈ പറ ഉൾപ്പെടെയുള്ളത് മാറ്റാൻ അവർ ശ്രമിച്ചിരിക്കുന്നത്. ഈ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത് ശബരിമലയിൽ സ്വർണം പാളികൾ പൂശാൻ ഉപയോഗിച്ച അതേ സെയിം സാങ്കേതിക വിദ്യയാണ്. ശബരിമലയിലെ ഇപ്പം ഉണ്ണികൃഷ്ണൻ തിരുമേനി ചെയ്തിരിക്കുന്ന അതേ നടപടി ക്രമത്തിലാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് 50 വർഷത്തെ ഗ്യാരണ്ടി എന്നാണ് ഒരു ബോർഡ് ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരിക്കലും അത് ലഭിക്കുന്നതുമല്ല. 100% ഇത് സംശയിക്കേണ്ടതാണ്. ഇത് കടത്താൻ വേണ്ടി തന്നെയാണ് ഈ തീരുമാനം ഉണ്ടായത്. ശബരിമലയിൽ ഉണ്ടായതായി കരുതപ്പെടുന്ന തരത്തിലുള്ള സ്വർണവുമായി ബന്ധപ്പെട്ട തിരിമറി തിരുവല്ല ക്ഷേത്രത്തിൽ നടത്താൻ വേണ്ടി ശ്രമം നടത്തി എന്ന സംശയിക്കത്തക്ക തരത്തിലുള്ള സാഹചര്യമാണ് നിലവിൽ വരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.